അപ്പൊ അതേപോലെ കണ്ണുള്ളവരുണ്ട്, നല്ല വിടർന്ന കണ്ണുള്ളവര്. അവര് നമ്മൾ ഈ ശാസ്ത്രങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ അവരെ കണ്ടാല് പറയും. അപ്പൊ അതൊരു ശാസ്ത്രമാണ്. കൺട്രോളിങ് പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിലൊരു ഇവർ പറയുന്നത് നമുക്കൊരു വില കൊടുക്കാൻ തോന്നും. നിറമൊന്നും അല്ല അതിനകത്ത് വരുന്നത്. അവരെ നമ്മൾ ചില സ്ത്രീകളെ നമ്മൾ കണ്ടാൽ നമുക്കൊരു പരിചയമില്ലാത്തതാണെങ്കിൽ നമ്മളൊന്ന് നോക്കി നിന്ന് പോകും. നമ്മളിപ്പോൾ പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാണ്. ഇപ്പം എന്താ പറയുക, ചില സീരിയലുകളിലായാൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും. ശരിക്കും ഇതുള്ളതാണോ? അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മഹാലക്ഷ്മി കടാക്ഷമുള്ള ഉണ്ട്, സൗഭാഗ്യവതികളായ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് ലക്ഷണം പറയുന്നുണ്ട്. അത് ശരിക്കും നിറമൊന്നും അല്ല അതിനകത്ത് വരുന്നത്. അവരെ നമ്മൾ ചില സ്ത്രീകളെ നമ്മൾ കണ്ടാൽ നമുക്കൊരു പരിചയമില്ലാത്തതാണെങ്കിൽ നമ്മളൊന്ന് നോക്കി നിന്ന് പോകും. എന്തോ ഒരു ഇതുള്ള ഒരു അട്രാക്ഷൻ, ഒരു ചൈതന്യം. അത് മലയാളം തന്നെയാണെന്നല്ല, ഒരു ചൈതന്യം, ഒരു ഐശ്വര്യം എന്നൊക്കെ പറയണം. അത് ലക്ഷണശാസ്ത്രം പറയുമ്പോൾ നമ്മൾ നീണ്ട നെറ്റി, ഉയർന്ന നെറ്റി, വിസ്താരമുള്ള നെറ്റി. അപ്പം ആ നെറ്റിയുള്ള സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവര് വീടിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം മരുമകളായിട്ടോ മകളായിട്ടോ ഇല്ലെങ്കിൽ പോട്ടെ അയൽവക്കത്തുള്ളൊരു സ്ത്രീ ആണെങ്കിൽ പോലും നമ്മൾ ചില സമയത്ത് ഈ ശകുനം കാണുക, ഒന്നാം തീയതി കയറുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ നല്ല ഉയർന്ന നെറ്റിത്തടമുള്ളത്, അതുപോലെ തന്നെ ഉയർന്ന നീണ്ട മൂക്കുള്ള സ്ത്രീകൾ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ശാസ്ത്ര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു നേതൃത്വ പാഠവും ഉണ്ടാവും. അപ്പം നമ്മളൊരു മരുമകളായിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് കയറി വരുന്നൊരു പെൺകുട്ടി ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ, അവൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ആ വീട്ടിൽ അതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു എല്ലാവരെയും ഏകീകരിച്ച് കൊണ്ടുപോകാനും എന്ത് പ്രയാസം വന്നാലും ഈസിലി അതിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് കൊണ്ടുപോകാനും ഒരു സ്മൈലി ഫേസ്, ഇതെല്ലാം ഒരു വലിയ ടാസ്ക് ആണെന്നുള്ള രീതിയിലല്ലാതെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവിൻ്റെ ലക്ഷണം കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അതേപോലെ ചുണ്ടിൻ്റെ നടുവിലൊരു മറുക്, അതൊക്കെ ലക്ഷണശാസ്ത്ര, അതൊക്കെ അങ്ങനെയുള്ള സ്ത്രീകൾ നമ്മളൊന്നും കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരെ കണ്ടാൽ നമ്മൾ ആ മറുകൊന്ന് കൊള്ളാം, നമുക്കൊരു ലക്ഷണശാസ്ത്രം അറിയാത്ത ഒരാളാണെങ്കിലും ആ മറുക് കാണുമ്പോൾ നമ്മൾ അത്. പിന്നെ അതുപോലെ തന്നെ ഉയർന്ന നാസിക, ഞാൻ പറഞ്ഞു. കണ്ണ്, ദേവിയുടെ കണ്ണ് നമ്മൾ പറയണത് പത്മപത്രായ ദാക്ഷി. പത്മപത്രം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ താമര ഇതൾ കണ്ടിട്ടില്ലേ, നല്ല വിടർന്നിട്ട് പിന്നെ ഇങ്ങനെ കൂമ്പി വന്നിട്ട്. അപ്പൊ അതേപോലെ കണ്ണുള്ളവരുണ്ട്, നല്ല വിടർന്ന കണ്ണുള്ളവര്. അവര് നമ്മൾ ഈ ശാസ്ത്രങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ അവരെ കണ്ടാല് പറയും. അപ്പോൾ അതൊരു ശാസ്ത്രമാണ്. അപ്പോൾ ആ കണ്ണ് അങ്ങനെയുള്ളവരും ഇതുപോലെ തന്നെയാണ്. അവർ ഈ പാറപ്പുറത്തിടുന്ന വിത്തെന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ദുരിതം പിടിച്ചൊരവസ്ഥയിൽ കൂടി ആണ് അവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെങ്കിലും അവരതിനെ വളരെ ഒരു മന്ദഹാസത്തോടു കൂടി സന്തോഷത്തോടെ അതൊക്കെ ഏറ്റെടുത്ത് അങ്ങോട്ട് അതിജീവനം ഉണ്ട് അവർക്ക്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവരും മഹാലക്ഷ്മിയുടെ എന്താണ് സൗഭാഗ്യം അനുഭവിച്ച സ്ത്രീകളാണെന്നുള്ള ലിസ്റ്റിൽ പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ പെരുവിരൽ, നമ്മുടെ കാലിൻ്റെ വിരലിൽ, ആ വിരൽ എന്ന് പറയില്ലേ, വലിയ വിരൽ. അപ്പോൾ ആ വിരലിൻ്റെ തൊട്ടിപ്പുറം ഒരു വിരലുണ്ട്, ചൂണ്ടാണി വിരലും കയ്യിൽ. അതേപോലെ ആ വിരൽ ഇത്തിരി ആ തന്തവിരലിനെക്കാട്ടിൽ കൂടുതൽ നീളത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഈ ശാസ്ത്രപ്രകാരം അവര് ഐശ്വര്യമുള്ള സ്ത്രീകളാണ്. ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർക്ക് ഐശ്വര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെ, അതായത് ഇവർ പറയും ഭർത്താവിനെ ഭരിക്കുന്നവളാണ് എന്നൊക്കെ പറയും. പക്ഷേ ഭർത്താവിനെ ഭരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ എടുക്കരുത്. ഭർത്താവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊരു വല്ലാത്തൊരു പാഠമുള്ള സ്ത്രീയായിരിക്കും. കൺട്രോളിങ് പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിലൊരു എന്താ പറയുക, എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഇവർ പറയുന്നത് നമുക്കൊരു വില കൊടുക്കാൻ തോന്നും. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം അവർ നമ്മളെ ഇങ്ങനെ എന്താ പറയുക അടിച്ചമർത്തി പറയുന്നതായിട്ട് തോന്നില്ല. പക്ഷെ എന്നാൽ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർ അതിനെ നമ്മൾ പറയും, അവള് പെട്ടിക്ക്, അവൾ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും, അവളുടെ കാല് കണ്ടുവന്നു. പക്ഷെ ഇന്നതല്ല, സ്ഥിതി മാറി. അപ്പോൾ ദേവി അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു കൺട്രോളിങ് പവർ ഉണ്ട്, പക്ഷെ ആ കൺട്രോളിങ് പവറുള്ള ഒരു കർക്കശക്കാരിയല്ല. പക്ഷേ അവരുടെ വാക്കുകൾ അവരെന്തെങ്കിലും പറയണ, ഇന്നിപ്പോൾ അതിങ്ങനെ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, നാളത്തേക്കെന്ന് പറയാനായിട്ട് തോന്നാത്ത വിധത്തിൽ അവർ അങ്ങനെ ഒരു കഴിവുണ്ട് അവരുടെ
അതൊരു പ്രത്യേകതരം ഒരു കൺട്രോളിങ് ആണോ കൺട്രോളിങ് അല്ലേ അതൊക്കെ ഒരു ലക്ഷ്മി കടാക്ഷമുള്ള സ്ത്രീകൾക്കാണ് നടക്കുള്ളൂ. നമ്മളല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇച്ചിരി മോശമായിട്ടേ മറ്റുള്ളവർക്ക് തോന്നുള്ളൂ. പക്ഷേ ഈ ലക്ഷ്മി കടാക്ഷമുള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ഉയർന്ന നാസിക, നീണ്ട നാസിക, ഉയർന്ന നെറ്റിത്തടം, വിടർന്ന കണ്ണുകൾ, അതുപോലെ ചുണ്ടിൽ മറുക്, അത് മധ്യഭാഗത്താണെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ വിരലിൻ്റെ കാര്യത്തിൽ ഇതിങ്ങനെ പറയും, എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും അത് ഭർത്താവിനെ ഭരിക്കും. ഭർത്താവിനെ ഭരിക്കുക എന്നുള്ളതിലുപരി ആ വീടിൻ്റെ നാഥയാകാൻ പോകുന്നവളായിരിക്കും ആ സ്ത്രീ. അപ്പോൾ അതുമൊക്കെ ഐശ്വര്യ ലക്ഷണമായിട്ട് നമുക്ക് പറയാം. എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ഐശ്വര്യം ഇല്ല എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് റോസാപ്പൂവിനൊരു പ്രത്യേക ഭംഗിയാണ്. അത് എന്നാൽ മാറി നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ബൊഗൈൻവില്ലയുടെ പൂക്കൾക്കും സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പറയുന്ന റോസാപ്പൂവിനെ പറ്റി പറയുന്ന പോലെ തന്നെ സ്ത്രീകളിലെ ഇത്ര ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയൊന്നും ഉയർന്ന നാസിക ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നെറ്റിത്തട ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ മോശക്കാരാണെന്ന് ധരിക്കുകയും വേണ്ട. അപ്പം നമ്മളൊരു സെലക്ഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവരെ ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ നമുക്ക് കൊള്ളാം എന്ന് തോന്നിയാൽ അതിൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു ശാസ്ത്രവും കൂടി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചില ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ വീടിന് ഐശ്വര്യം നൽകും, അങ്ങനെ കേട്ടിട്ടുണ്ട്. മകന്നാളില് മകം പിറന്ന മങ്ക. അപ്പൊ അത് പക്ഷെ അങ്ങനെ നമ്മളെ ശരിക്കും ഈ നക്ഷത്രവും ഇത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജനിക്കുന്ന സമയത്ത് ലഗ്നം എവിടെയാണ്, മറ്റ് ഗ്രഹങ്ങൾ എങ്ങനെയാണ്, അതിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ ഇന്ന നാളിൽ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഐശ്വര്യവതി ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ ലഗ്നം എവിടെയാണ്, ലഗ്നാധിപൻ എവിടെയാണ്, വ്യാഴം എവിടെയാണ് നിൽക്കുന്നത്. വ്യാഴമാണ് ഒരാളുടെ ലഗ്നത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക, വ്യാഴം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുക, നല്ല രീതിക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ അതുപോലെ തന്നെ. ഇതൊക്കെയാണ് ഭാഗ്യലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ നക്ഷത്രങ്ങൾക്ക് അത്രയും നക്ഷത്രങ്ങളെ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരാളുടെ അപ്പിയറൻസ് മാത്രം കണ്ടിട്ട് അയാൾ ഇന്ന ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതുപോലെ തന്നെ എന്നാലും നമ്മൾ പറയാം കൊള്ളാല്ലേ എന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ പൊതുവായി പറയുന്ന ആ ഒരു പൊതുവായ ലക്ഷണം മാത്രമേ നമുക്ക് നക്ഷത്രത്തിലൂടെ പറ്റുള്ളൂ. ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രഹനില നമ്മൾ ജനിച്ചപ്പോൾ ഏത് സ്ഥലത്തായിരുന്നു ഗ്രഹങ്ങൾ നിന്നിരുന്നത്, അപ്പോൾ ആ ഒരു ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഗ്രഹങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അതാണ് ചാരവശം. ഈ രണ്ട് ഫലങ്ങളും എങ്ങനെ വരുമ്പോഴാണ് കോയിൻസൈഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങൾ രണ്ടും മോശമായിട്ട് വരും ചിലപ്പോൾ. അതായത് ശനിദശ നമുക്ക് ശനി മോശത്തിലാണ് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്, ചാരവശാലും നമുക്ക് 7.5 ശനിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശനിയുടെ ക്രൂരമായ ഭാവം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നെഗറ്റീവ് എനർജി ആയിരിക്കും. ശനിയുടെ തന്നെ നെഗറ്റീവ് ഭാവം, അതായത് ശനി മോശാവസ്ഥയിലാണ് ജാതകത്തിൽ നിൽക്കുന്നത്, ചാരവശാലും മോശമാണ്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു ക്ഷീണവും എപ്പോഴും ഒരു അലസതയും ജീവിതത്തിനോട് ഒരു വിരക്തിയൊക്കെ തോന്നിപ്പോകും, എപ്പോഴും ഒരു മന്ദതയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇന്ന നക്ഷത്രമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നക്ഷത്രത്തിലെ ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ആ ഗ്രഹങ്ങളുടെ സ്വാധീനം എന്തുമാത്രം ഉണ്ട് ആ വ്യക്തിയിൽ. അതുപോലെ തന്നെ ചാരവശാൽ ഇപ്പോൾ കറങ്ങുന്ന ഇതാണ് ചാരവശാൽ എവിടെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത്, ശനി എവിടെയാണ്, വ്യാഴം എവിടെയാണ്, ഇതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വിശകലനം ചെയ്ത് പറയാൻ പറ്റില്ല. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ ഒക്കെ നോക്കുന്ന സമയത്ത് ഇതാണല്ലോ, അത് വേണ്ട, മൂലനാൾ വേണ്ട, മൂശാട്ടയാണ് അല്ലെങ്കിൽ മുടിമൂലാണ്, അങ്ങനെയാണ്, അല്ലെങ്കിൽ അതുപോലെ അഹങ്കാരി, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട്. മൂലം എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ നാളാണ്. ഒരുപാട് ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ സാമർഥ്യവതികളായ സ്ത്രീകളുണ്ട്. പക്ഷെ എന്നാലും മൂലത്തിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. അത് എപ്പോഴോ ഉണ്ടായിപ്പോയ ഏതെങ്കിലും ഒരു മൂലക്കാരി അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം, അത്രയേ പറയാൻ പറ്റുള്ളൂ. നക്ഷത്രങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. താങ്ക് യു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.